എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചമഹാകാവ്യങ്ങളെ ഷോർട്ടായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തത് രഘുവംശമാണ്. അതിൽ 19 സർഗങ്ങളാണുള്ളത്. കാളിദാസസ്യ മഹാകാവ്യം, കാളിദാസനാൽ രചിക്കപ്പെട്ട മഹാകാവ്യമാണ് രഘുവംശം. രഘുവംശ രാജാനാം ചരിതം വർണ്ണയതേ. രഘുവംശം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ രഘുവംശ രാജാക്കന്മാരുടെ ചരിത്രമാണ് വർണ്ണിക്കുന്നത്. ശ്രീരാമകഥ പ്രമുഖ. ഈ രഘുവിൻ്റെ വംശത്തെ പ്രതിപാദിക്കുന്നതിൽ ശ്രീരാമൻ്റെ കഥയാണ് പ്രമുഖമായിട്ട് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ രഘുവംശ മഹാകാവ്യത്തിൻ്റെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് രാമായണമാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങൾ ഉപമയും രൂപകവുമാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തങ്ങൾ ശാർദൂല വിക്രീഡിതവും മന്ദാകാന്തയും ആണ്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന മഹാകാവ്യമാണ് കുമാരസംഭവം. ഇതിൽ 8 സർഗങ്ങളാണ്. ചിലവർ ഇതിൽ 17 സർഗങ്ങളുണ്ട് എന്നും പറയുന്നു. കാളിദാസകൃതം മഹാകാവ്യം, കാളിദാസനാൽ രചിക്കപ്പെട്ട രണ്ടാമത്തെ മഹാകാവ്യമാണ് കുമാരസംഭവം. ഇതിൽ ശിവപാർവത്യോഹോ വിവാഹ, ശിവന്റെയും പാർവതിയുടെയും വിവാഹവും കുമാരസ്യ ജന്മകഥ, കാർത്തികേയൻ്റെ ജന്മകഥയുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ കുമാരസംഭവത്തിൻ്റെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് പുരാണ കഥയാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഉപമയും അനുപ്രാസവുമാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം വസന്തതിലകവും മാലിനിയുമാണ്. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന മഹാകാവ്യമാണ് കിരാതാർജുനീയം. ഇതിൽ 18 സർഗങ്ങളാണ് ഉള്ളത്. ഭാരവീകൃതം മഹാകാവ്യം, ഭാരവിയാൽ രചിക്കപ്പെട്ട മഹാകാവ്യമാണ് കിരാതാർജുനീയം. ഇതിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അർജുനസ്യ തപഃ, അർജുനൻ്റെ തപസ്സും ശിവസ്യ കിരാതരൂപം, ശിവൻ്റെ കിരാതരൂപവുമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കിരാതാർജുനീയത്തിൻ്റെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം യമകം ശ്ലേഷം. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം ഉപജാതി ഇന്ദ്രവജ്ര. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാകാവ്യമാണ് ശിശുപാലവധം. ഇതിൽ 20 സർഗങ്ങളാണുള്ളത്. മാഘസ്യ മഹാകാവ്യം, മാഘനാൽ രചിക്കപ്പെട്ട മഹാകാവ്യമാണ് ശിശുപാലവധം. ഇതിൽ ശിശുപാലവധ കഥ, ശിശുപാലനെ വധിക്കുന്ന കഥയാണ്. ആരാണ് വധിക്കുന്നത്? ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്ന കഥയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അപ്പം ശിശുപാലവധത്തിൻ്റെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങൾ യമകം ശ്ലേഷം അനുപ്രാസം. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തങ്ങൾ ശാർദൂല വിക്രീഡിതവും അതേപോലെ തന്നെ വസന്തതിലകവും ആണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈഷധീയ ചരിതമാണ്. ഇതിൽ 22 സർഗങ്ങളാണ്. ശ്രീഹർഷകൃതം, ശ്രീഹർഷനാൽ രചിക്കപ്പെട്ട മഹാകാവ്യമാണ് നൈഷധീയ ചരിതം. ഇതിൽ നളദമയന്തിയോഹോ പ്രണയകഥ, നളനും ദമയന്തിയുടെയും പ്രണയകഥയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം നൈഷധീയ ചരിതം ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. അതിൽ നലോപാഖ്യാനമാണ്, അതിലാണ് നൈഷധീയ ചരിതത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം ശ്ലേഷം രൂപകം. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം മന്ദാകാന്ത ശിഖരിണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതൊരു ടിപ്പണി രൂപത്തിൽ എഴുതാനും പറ്റും. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2-ാം തീയതി തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.